الحمد لله رب العالمين الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ അടിമകളായി ജീവിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വേണ്ടി പരലോകത്ത് തയ്യാറാക്കി വച്ചിട്ടുള്ള സ്വർഗീയ സുഖങ്ങൾ, അനുഭൂതികൾ എന്നത് ഒരടിമക്കും ആലോചിക്കാനും ചിന്തിക്കാനും പറ്റാത്ത വിധമുള്ളതാണ്. ഭൗതിക ജീവിതത്തിൽ സുഖമാണ്, സമാധാനമാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. നല്ല ജീവിതം നയിക്കാൻ സാധിക്കണം, പ്രശ്നങ്ങളില്ലാത്ത, അലട്ടലുകളില്ലാത്ത, അസ്വസ്ഥതകളില്ലാത്ത സുഖജീവിതം മരണം വരെ ഇവിടെ അനുഭവിക്കാൻ കഴിയണം. ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആഗ്രഹമാണ്, ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഭൗതിക ജീവിതത്തെ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത് പരീക്ഷണങ്ങൾ നിറഞ്ഞ, വ്യത്യസ്തങ്ങളായ വികാരങ്ങൾ നിറഞ്ഞ അവസ്ഥയിലാണ്. എല്ലാ സന്ദർഭങ്ങളിലും സുഖത്തോടുകൂടി, ആനന്ദത്തോടുകൂടി കഴിയുക എന്നത് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടില്ല. വ്യത്യസ്ത പ്രായങ്ങളിലുള്ളവർ പല നിലക്കുള്ള പരീക്ഷണങ്ങളും അനുഭവിക്കുന്നു എന്നത് നാം എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, നാം ഓരോരുത്തരും തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. വളരെ ചെറിയ പ്രായത്തിലുള്ളവർ പോലും മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നു. യുവത്വത്തിലേക്ക് പ്രവേശിച്ചവർ, യുവത്വം അവസാനിപ്പിച്ച് പ്രായമായ അവസ്ഥയിലേക്ക് കടക്കുന്നവർ അനവധി പരീക്ഷണങ്ങളിൽ കഴിയുന്ന അവസ്ഥ ഭൗതിക ലോകത്തുണ്ട്. വളരെയേറെ പ്രായമായവർ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്നു, ഒറ്റയ്ക്ക് യാത്ര പോകുന്നു, ഭാരമുള്ള ജോലികൾ ചെയ്യുന്നു. അതേ പ്രായത്തിലുള്ള പലരും
മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി ജീവിക്കേണ്ടി വരുന്നതായ സാഹചര്യങ്ങളും ലോകത്തുണ്ട്. ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഇഹലോകം എന്നത് താൽക്കാലികമാണ്. ഇടക്കാല ആശ്വാസമായി ഒരു വിശ്രമ കേന്ദ്രമായി അള്ളാഹു സംവിധാനിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലക്ക് നമ്മെ പഠിപ്പിച്ച ഒരുപാട് വചനങ്ങൾ, ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പരലോകത്തെക്കുറിച്ച്, സ്വർഗീയ ലോകത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് ഹയാത്തൻ ത്വയ്യിബ എന്നാണ്. ത്വയ്യിബത്തായ ജീവിതം എന്നാണ്. ത്വയ്യിബ് എന്ന വാക്ക് സാധാരണ പ്രയോഗിക്കപ്പെടാറുള്ള ഒരു വാക്കാണ്. എന്താണ് നിന്റെ അവസ്ഥ? ത്വയ്യിബ്, നല്ലതാണ്, കുഴപ്പമില്ല, പ്രശ്നമില്ലാതെ പോകുന്നു. അറബി പദം പ്രയോഗിച്ച് നമ്മൾ മറുപടി കൊടുക്കാറുണ്ട്. ആ വാക്കിനെക്കുറിച്ചും അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചും നമുക്കറിയാം. സഹോദരങ്ങളെ, വളരെ വിശാലമായ, അറ്റമില്ലാത്ത അനുഭൂതികൾ, സുഖങ്ങൾ, ആനന്ദങ്ങൾ അനുഭവിക്കാനുള്ള സ്വർഗീയ ലോകത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. ഹയാത്തൻ ത്വയ്യിബ, നല്ല ജീവിതമാണ്. എന്താണോ ഒരാൾ പരിപൂർണമായും ആഗ്രഹിക്കുന്നത്, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്വസ്ഥതയുടെ, സുഖത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ അങ്ങേ അറ്റം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എത്രയാണോ അത് അനുഭവിക്കാനുള്ള ലോകമാണ് സ്വർഗീയ ലോകം എന്നത്. വിശുദ്ധ ഖുർആൻ അതിനെ പരിചയപ്പെടുത്തി. അവിടെ അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് മസാക്കിൻ ത്വയ്യിബ, നല്ല ഭവനങ്ങളാണ്. അവിടെ കിട്ടുന്ന ഇണയിലൂടെ, അവിടെ കിട്ടുന്ന സന്താനങ്ങളിലൂടെ, അവിടെ നമുക്ക് മാത്രമായി അനുഭവിക്കാനുള്ള സൗഭാഗ്യങ്ങളിലൂടെ സുഖം മാത്രമാണ്, സമാധാനം മാത്രമാണ്. സഹോദരങ്ങളെ, എത്രയെത്ര വീടുകളാണ്! ഒരു നിമിഷം പോലും ആ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കാത്ത മക്കൾ, അതുപോലെ തന്നെ ഭർത്താക്കന്മാർ, അതുപോലെ തന്നെ ഭാര്യമാർ, അതുപോലെ തന്നെ മാതാപിതാക്കൾ. ഈ വീട്ടിൽ നിന്ന് അല്പം വിട്ടുനിന്നാൽ അവിടെയാണ് സമാധാനം. അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നവർ ഭൗതിക ലോകത്തുണ്ട്. ഏതാണ് വീട്? സ്വന്തം വിയർപ്പിലൂടെ, സ്വന്തം അധ്വാനത്തിലൂടെ, പരസഹായത്തിലൂടെ സ്വന്തമാക്കിയ വീടാണ്. ആ വീട്ടിൽ വസിക്കുന്ന പലരെ കൊണ്ടും സമാധാനം കിട്ടുന്നില്ല, സ്വസ്ഥത കിട്ടുന്നില്ല. അതിനുവേണ്ടി സഹായിച്ച പലരും സമയമായപ്പോൾ നമ്മെ തേടി വരികയാണ്. തിരിച്ചു കൊടുക്കാനാകാതെ പലപ്പോഴും മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ സ്വസ്ഥമായി അന്തിയുറങ്ങാൻ, വിശ്രമിക്കാൻ കഴിയാത്ത വിധം നമ്മെപ്പോലെയുള്ള പലരും പരീക്ഷിക്കപ്പെടുകയാണ്. സ്വർഗീയ ലോകത്തെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തിയത് ഇതൊന്നുമില്ലാത്ത, കെട്ടുക്കുടുക്കില്ലാത്ത, വേലിക്കെട്ടുകളില്ലാത്ത, മുള്ളില്ലാത്ത, തടസ്സങ്ങളില്ലാത്ത, എല്ലാ നിലക്കും സൗഖ്യവും സമാധാനവും സ്വസ്ഥതയും ലഭിക്കുന്ന ലോകമായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ ലോകം നമുക്കുണ്ട് എന്ന് അറിയുക എപ്പോഴാണ്? മരണം വന്നെത്തും നിമിഷം മുതലാണ്. ആ സമയം മുതൽ നമുക്കതുമായി ബന്ധപ്പെട്ട അനുഭൂതികൾ, സന്തോഷങ്ങൾ അറിയിക്കപ്പെടുകയാണ്. ഒരു വിശ്വാസിയുടെ ആത്മാവിനെ മലക്കുകൾ പിടിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ സഹോദരങ്ങളെ നാം അത് പഠിപ്പിക്കപ്പെട്ടത്? അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ എന്തിനാണ് നമ്മൾ കേൾക്കുന്നത്? എന്തിനാണ് ആ ആയത്തുകൾ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്? ഒരു ചെറിയ വേദന, ഒരു ചെറിയ പരീക്ഷണം, ഒരു ചെറിയ പ്രയാസമുണ്ടാകുമ്പോൾ അതൊന്നും എനിക്ക് വേണ്ട, എനിക്കാവശ്യമില്ല, തൽക്കാലം ഇവിടെ സമാധാനം കിട്ടിയാൽ മതി, ഇവിടെ സ്വസ്ഥത കിട്ടിയാൽ മതി എന്നാഗ്രഹിക്കാനും ആശിക്കാനുമാണോ? ഒരിക്കലും അല്ല. നീറുന്ന പ്രയാസങ്ങളുടെ നടുവിൽ അകപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് ഒരു വിശ്വാസിയുടെ പരലോക ജീവിതത്തിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്.
എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്ന മലക്കുകൾ ആ വിശ്വാസിയോട് പറയുക? നിനക്ക് സമാധാനം എന്നാണ്. ആരാ പറയുന്നത്? നമ്മളെപ്പോലെയുള്ള മനുഷ്യരല്ല, ജിന്ന് വർഗമല്ല, ശൈത്വാൻ വർഗമല്ല, സസ്യങ്ങളോ ജന്തുക്കളോ അല്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് ഒരൽപ്പം പോലും എതിര് നിൽക്കാത്ത, ഒരു ചെറിയ നേരത്തേക്ക് പോലും ആ കൽപ്പന ലംഘിക്കാത്ത, അല്ല എന്താണോ കൽപ്പിച്ചത് അത് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നിർവഹിക്കണം എന്ന ശാഠ്യത്തോടെ ഉറച്ച മനസ്സോടെ നിൽക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ള മലക്കുകൾ, അവരാണ് നമ്മളോട് പറയുന്നത് നിനക്ക് സമാധാനം. തിബ്തുല്ലക്കും, നിങ്ങളിതാ സുഖലോകത്തേക്ക് പോവുകയാണ്, നിങ്ങൾക്കിതാ റഹ്മത്തിൻ്റെ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുന്നു, ഒരു തടസ്സവുമില്ല, ആരും തടുക്കാനോ ചോദ്യം ചെയ്യാനോ ഇല്ല. അങ്ങനെയുള്ള സ്വർഗീയ ലോകത്തേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ്. സന്തോഷവാന്മാരാവുക, ദുഃഖിക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. മരിച്ചു കഴിഞ്ഞാൽ എന്ത്? പേടി ആവശ്യമില്ല. മരണത്തിന് മുമ്പുള്ള അവസ്ഥ എന്ത്? അങ്ങനെ സങ്കടപ്പെടേണ്ടതില്ല. ഏതൊക്കെ രൂപത്തിലാണ് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിനായ അടിമ, ഇന്നൽ അബ്ദൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ അടിമ, ഇദാ കാന ഫീ ഇൻഖിതാഇൻ മിനദ് ദുനിയാ വഇഖ്ബാലിൻ മിനൽ ആഖിറ, ദുനിയാവിൽ നിന്ന് വിട്ട് ആഖിറത്തിലേക്ക് പുൽകുകയാണ്, ആഖിറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് വെളുത്ത മുഖമുള്ള തിളക്കത്തോടുകൂടിയ, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന മുഖത്തോടുകൂടി മലക്കുകൾ വരികയാണ്. അവരുടെ കൂടെ സ്വർഗത്തിലെ കഫൻ പുടവയുണ്ട്. വഹനൂതും മിൻ ഹനൂതിൽ ജന്ന, സ്വർഗത്തിലെ സുഗന്ധമുണ്ട്, സ്വർഗത്തിലെ സുഗന്ധമുണ്ട്. സഹോദരങ്ങളെ, സ്വർഗീയ ലോകത്തെ പരിമളം, സ്വർഗീയ ലോകത്തെ വാസന, സ്വർഗീയ ലോകത്തെ സുഗന്ധം, അതല്ലേ നമ്മൾ കൊതിക്കേണ്ടത്, അതല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ശരീരമാസകലം വിയർത്ത്, ചൂട് സഹിച്ച്, തണുപ്പ് സഹിച്ച്, പരീക്ഷണങ്ങൾ താണ്ടി ചെറുതും വലുതുമായ സൽക്കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്താ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? ഈ കർമ്മങ്ങൾ കൊണ്ട്, ഈ പ്രയാസങ്ങൾ വകവെക്കാതെ ഞാൻ മുന്നോട്ട് പോകുന്നത് സ്വർഗീയ സുഗന്ധം, ആ സ്വർഗത്തിലെ വാസന അനുഭവിച്ച് കഴിയാൻ എനിക്ക് സാധിക്കണം. ഈ ഒരൊറ്റ ചിന്തയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഈ ഒരൊറ്റ ചിന്തയാണ്, വേറെ ഒരു ചിന്തയും നമുക്ക് വേണ്ടതില്ല. ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയപ്പെടുമെന്നാണ്. എവിടെ വെച്ച്? ബർസഖി ലോകത്ത് ഉത്തരവാദിത്തമേൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഏതൊക്കെ ചോദ്യങ്ങളാണോ ഒരടിമയോട് ചോദിക്കുക, ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കൊടുത്താൽ, കൃത്യമായ ഉത്തരം കൊടുത്താൽ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ ദൂതരെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച്, വിശുദ്ധ ഖുർആനെ കുറിച്ച് തടസ്സങ്ങളില്ലാതെ, വെപ്രാളപ്പെടാതെ, സംശയത്തിൻ്റെ മുനയിൽ നിൽക്കാതെ മറുപടി കൊടുക്കാൻ കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയപ്പെടുന്ന കാര്യം എന്താണെന്നറിയോ? സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുക. വൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിലെ വസ്ത്രമണിയിക്കുക, സ്വർഗത്തിലെ വിരിപ്പവന് വിരിച്ചു കൊടുക്കുക. അവൻ്റെ സമീപത്തേക്ക് സ്വർഗത്തിലെ സുഗന്ധം, സ്വർഗത്തിലെ പരിമളം ആ ബർസഖി ലോകത്തേക്ക് വരികയാണ്. ഇവിടെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവ് മരിച്ചു കിടന്ന ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, മാതാപിതാക്കൾ മരണപ്പെട്ട മക്കളെ സംബന്ധിച്ചിടത്തോളം, ജ്യേഷ്ഠാനുജന്മാർ വിട്ടുപിരിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം, വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ പല കാരണങ്ങളിൽ മരണപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം, സഹോദരങ്ങളെ, മരിച്ചവർ ഇരുട്ടിൻ്റെ ലോകത്താണ്. നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയത്? അവർ ബർസഖി ലോകത്ത് ഇരുട്ടറയിലാണ്, വെളിച്ചമില്ല, അങ്ങനെയാണ്. പക്ഷേ വിശ്വാസി ബർസഖിൽ അങ്ങനെയല്ല. വിശ്വാസി ബർസഖിൽ വെളിച്ചത്തിൻ്റെ ലോകത്താണ്, പ്രകാശിക്കുന്ന ലോകത്താണ്. അവർക്ക് അല്ലാഹു കൊടുക്കുന്നത് സ്വർഗത്തിലെ പരിമളമാണ്, സ്വർഗത്തിലെ സുഗന്ധമാണ്,
നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രത്യേകമായ ഊദ് സംവിധാനിച്ചിരിക്കുന്നു എന്നാണ്. വമജാമിറുഹും, അവർക്ക് വേണ്ടി അൽ ഉലുവ, അവർക്ക് വേണ്ടി പ്രത്യേകമായ ഊദ് കത്തിക്കപ്പെടും എന്നാണ്. അതുപോലെ തന്നെ വറശുഹും അൽ മിസ്ക്, കസ്തൂരിയുടെ ഗന്ധം സ്വർഗത്തിലുണ്ടാകുമെന്നാണ്. കസ്തൂരിയുടെ ഗന്ധം അത് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വർഗത്തിലെ സുഗന്ധത്തിൻ്റെ, സ്വർഗത്തിലെ മണത്തിൻ്റെ വിശാലതയെക്കുറിച്ച്, അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച്, അതിൻ്റെ പരപ്പിനെക്കുറിച്ച് പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. വൈന്നരീഹഹാ, ആ സ്വർഗത്തിലെ സുഗന്ധം ലയൂജദു മിൻ മസീറത്തിൻ കദാ വകദാ, ഇത്ര ദൈർഘ്യമാണ്. മസീറത്ത് എന്ന് പറഞ്ഞാൽ ദൈർഘ്യം എന്നാണ് അർത്ഥം. അതിനെ കണക്കാക്കാൻ കഴിയില്ല. ഇത്ര അതിരാണ്, ഇത്ര പരിധിയാണ്, അങ്ങനെ നിശ്ചയിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. വൈന്നരീഹഹാ ലയൂജദു മിൻ മസീറത്തി 40 ആമാ, 40 വർഷത്തെ ദൈർഘ്യം, 40 വർഷത്തെ ദൈർഘ്യം സ്വർഗത്തിലെ സുഗന്ധമുണ്ടാകുമെന്നാണ്. അതിൻ്റെ അർത്ഥം അത് പരിധി വെച്ചു എന്നല്ല, അതിരി വെച്ചു എന്നല്ല, ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. ആ വിഷയം ഒരാളിൽ സംഭവിച്ചാൽ, വിലക്കപ്പെട്ട ഒരു പ്രശ്നം ഒരാളിൽ സംഭവിച്ചാൽ അയാൾക്ക് അത്രയും ദൈർഘ്യം സ്വർഗത്തിൻ്റെ സുഗന്ധം അനുഭവിക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം മിൻ മസീറത്തിൻ 70 ആമാ, 70 വർഷത്തോളം. മറ്റൊരു ഹദീസിൽ കാണാം മിൻ മസീറത്തിൻ 500 ആം, 500 വർഷത്തോളം. ഇതൊന്നും അതിരുവക്കലല്ല. ഇത്ര പരിധിയിൽ, 500 വർഷത്തെ പരിധിയിലാണ് സ്വർഗത്തിൻ്റെ സുഗന്ധം എന്ന് പഠിപ്പിക്കലല്ല, മറിച്ച് വിലക്കപ്പെട്ട ആ കാര്യം, ആ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത്രയും ദൈർഘ്യം സ്വർഗത്തിൻ്റെ സുഗന്ധം അയാൾക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്നാണ്, സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ വിലക്കിയ കാര്യങ്ങളുണ്ട്. ആ വിലക്കിയ വിഷയങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടരുത്. നമുക്കത് വേണ്ടാത്തത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത്. ആവശ്യമുള്ള ഒരു കാര്യത്തെയും ഇസ്ലാം വിലക്കിയിട്ടില്ല. എവിടെ വിലക്കിയത്? നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇസ്ലാം അനുവദിച്ചു. അതാവശ്യത്തിന് മതി, അനാവശ്യത്തിന് വേണ്ട എന്നും ഇസ്ലാം പഠിപ്പിച്ചു. അപ്പം എന്ത് മനസ്സിലാക്കണം? ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ജീവിതത്തിൽ ഇത് ആവശ്യമില്ലാത്തതാണ്, നമുക്ക് നാശകാരിയാണ്, നമ്മെ കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. നോക്കൂ നിങ്ങൾ, കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളോട് പറഞ്ഞു, 24 മണിക്കൂറും അതിനു വേണ്ടി ഉപയോഗിക്കാം. ആരോഗ്യം ശ്രദ്ധിക്കണം, സമയം നോക്കണം, തോന്നിയതുപോലെ ചെയ്യാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ, പഠിപ്പിച്ച നിയമങ്ങൾക്കുള്ളിൽ നമുക്ക് എത്രയും ചെയ്യാം, ഒരു പ്രശ്നമല്ല. പക്ഷേ ആ ചെയ്ത കാര്യം എടുത്തു പറയുക, ഞാൻ ഇതൊക്കെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അത് ചെയ്തു, ഞാൻ അത്ര കൊടുത്തു, ഞാൻ ഇത്ര കൊടുക്കുന്നവനാണ്, ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുക എന്നത് ലാ യദ്ഖുലുൽ ജന്ന മന്നാനുൻ, എടുത്തു പറയുന്നവൻ സ്വർഗത്തിൽ കടക്കൂല. എന്തുകൊണ്ട് കടക്കൂല? സ്വർഗപ്രവേശനത്തിലേക്കുള്ള വരുമാനമാണ് സൽക്കർമ്മങ്ങൾ, വരുമാനമാണ്. അത് ഇവിടെ തന്നെ തീർത്താൽ പിന്നെ എങ്ങനെ സ്വർഗത്തിൽ പോവുക? പിന്നെ എങ്ങനെ സ്വർഗത്തിൽ പോവുക? അപ്പം എങ്ങനെ നമ്മൾ തീർക്കുക? ഓരോരുത്തരെയും കാണിക്കുക, ഓരോരുത്തരെയും കേൾപ്പിക്കുക. അത് ആളുകൾ ഒരു പാട്ടായി അങ്ങനെ പാടി നടക്കട്ടെ, ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കട്ടെ, അങ്ങനെ ഒരു പ്രസിദ്ധി എനിക്ക് ലഭിക്കട്ടെ എന്ന ചിന്ത വന്നാൽ സ്വർഗത്തിലേക്കുള്ള സമ്പാദ്യം ഇവിടെ തന്നെ തീരുകയാണ്, ഇവിടെ തന്നെ തീരുകയാണ്. മറിച്ച് ആ സമ്പത്തിനെ സ്വകാര്യമാക്കി വെച്ചാലോ അതിൽ വർധനവുണ്ടാകും, അത് ഇരട്ടിച്ചു വരും. നാം അത്ഭുതപ്പെടുമാറ് സ്വർഗത്തിലേക്കുള്ള വലിയ കൂമ്പാരമായി നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു, മാതാപിതാക്കളെ സ്നേഹിക്കണം,
അവരുമായി അടുക്കണം, അവർക്ക് സ്നേഹത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. ചേ എന്ന് പോലും പറയരുത്, അവരെ വെറുപ്പിക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്, അവരെ വേദനിപ്പിക്കരുത്. എന്തൊക്കെ വേണ്ട എന്ന് പറഞ്ഞോ അതൊക്കെ ചെയ്യാൻ ആവേശമാണ്, അതൊക്കെ ചെയ്യാൻ വലിയ താല്പര്യമാണ്. എന്നാലോ സ്നേഹത്തെ ഇന്ന് പല ആളുകളും സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുക്കിയിട്ടുണ്ട്. ഒരു കസേരയിൽ ഉമ്മയെ ഇരുത്തി, ഒരു കസേരയിൽ ഉപ്പയെ ഇരുത്തി കോമാളിത്തരങ്ങൾ കാണിച്ച് അവരെ ചിരിപ്പിച്ച് അവർക്ക് കൃത്രിമ രൂപത്തിലുള്ള ശ്വാസം കൊടുക്കുന്ന പോലെ കൃത്രിമ രൂപത്തിൽ സന്തോഷം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നല്ലൊരു ശതമാനം മക്കൾ മാറിയിട്ടുണ്ട്. ലോകത്തെ കാണിക്കാൻ നമ്മൾ അവരെ സ്നേഹിക്കേണ്ടതില്ല, ലോകത്തെ അറിയിക്കാൻ നമ്മൾ അവരുമായി അടുക്കേണ്ടതില്ല. ആ ക്യാമറ ഓഫായാൽ, ആ ലൈവ് കട്ടായാൽ ബാപ്പയോട് ചിരിക്കാത്ത, ഉമ്മയോട് ചിരിക്കാത്ത, അവരെ സ്നേഹിക്കാത്ത പിശാചിന്റെ മക്കളായി മാറ്റപ്പെടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ ആഖ്, മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവൻ, അവരെ ശപിക്കുന്നവൻ, അവരെ വേദനിപ്പിക്കുന്നവൻ, അവരെ ദ്രോഹിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കൂല. ഇത് വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ച കാര്യമാണ്. വെള്ളം കുടിക്കാൻ ഇസ്ലാം പറഞ്ഞു. ദാഹമുണ്ടെങ്കിൽ വെള്ളം കുടിക്കണം. നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വെള്ളം കുടിക്കണം. മധുരമുള്ളത് കുടിക്കാം, എല്ലാം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ കള്ള് പാടില്ല. അത് വെള്ളമല്ലേ, എന്താ പ്രശ്നം? പല വെള്ളത്തോടും സാമ്യതയുള്ള കളറല്ലേ, അതുകൊണ്ട് കുടിച്ചൂടെ? പാടില്ല. വെള്ളം എന്നതല്ല മാനദണ്ഡം. എന്തുകൊണ്ട് വിലക്കി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ മുദ്മിനു ഖംറിൻ, മുഴുകുടിയനായി, കള്ളുകുടിയനായി, ലക്കുകെട്ട് ബോധമില്ലാതെ മത്ത് പിടിച്ച് തോന്നിവാസിയായി, താന്തോന്നിയായി, തമ്മാടിയായി, എല്ലാ അധർമ്മങ്ങളുടെയും മാതാവായി ഇസ്ലാം പഠിപ്പിച്ച കള്ളിൻ്റെ അടിമയായി ഒരാൾ മാറുക, സ്വർഗത്തിൻ്റെ പരിമളം അനുഭവിക്കാൻ അയാൾക്ക് സാധിക്കില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയതാണ്. തൊട്ടതിനും പിടിച്ചതിനും അനങ്ങിയതിനും നീങ്ങിയതിനുമൊക്കെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി നീളമുള്ള നാവ് കൊണ്ട് എനിക്ക് തൊലാഖ് വേണം, നിങ്ങളെ കൂടെ ജീവിക്കാൻ, നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പുലമ്പുന്ന പെണ്ണുങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണിത്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒരു പെണ്ണ് ഒരു ഭർത്താവിനോട് അനാവശ്യമായി ഫീ ഗൈരി മാ ബഅസിൻ, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലാതെ ദീനിയായിട്ട് കുഴപ്പമില്ല, അതേപോലെ തന്നെ ഭൗതികമായി ജീവിക്കാൻ പാകമായ സൗകര്യങ്ങളുണ്ട്, പക്ഷേ എന്തോ ചില ഇരുട്ടുകൾ, ചില കറുപ്പുകൾ, ചില തോന്നലുകൾ, ചില ഊഹങ്ങൾ, അത് കാരണം നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് സൗകര്യമില്ല, ത്വലാഖ് വേണം എന്ന് പറഞ്ഞാൽ അവളുടെ മേൽ സ്വർഗത്തിൻ്റെ സുഗന്ധം നിഷിദ്ധമാണ്. സ്വർഗത്തിൻ്റെ പരിമളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് നൽകൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. മുസ്ബിലു ഇസാർ, ഔറത്ത് മറക്കാൻ വസ്ത്രം ഇസ്ലാം അനുവദിച്ചു. ആ വസ്ത്രത്തെ അഹങ്കാരത്തോടുകൂടി നിലത്തുകൂടി വലിച്ചിഴക്കുന്ന, പൊങ്ങച്ചത്തിനും പെരുമ നടിക്കാനും വസ്ത്രത്തെ ഉപയോഗിക്കുന്ന, വസ്ത്രമെന്ന അനുഗ്രഹത്തെ ആഭാസങ്ങൾക്ക് വേണ്ടി, വൃത്തികേടുകൾക്ക് വേണ്ടി ഔറത്ത് മറക്കാൻ ഉപയോഗിച്ചിട്ടും ഔറത്ത് പുറത്ത് കാണിക്കുന്ന വിധം ആടിയും ചാടിയും കുണുങ്ങിയും ആണും പെണ്ണും ഉപയോഗിച്ചാൽ സ്വർഗത്തിൻ്റെ പരിമളം അവൾ കേൾക്കുകയില്ല, അവന് അനുഭവിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അനീതി കാണിക്കുന്നവർ ഏത് വിഭാഗത്തിൽപ്പെട്ട, ഏത് വർഗത്തിൽപ്പെട്ട, ഏത് ജാതിയിൽപ്പെട്ട, ഏതാശയത്തിൽപ്പെട്ട മനുഷ്യനോടും അനീതി കാണിച്ചാൽ സ്വർഗത്തിൻ്റെ പരിമളം കേൾക്കുകയില്ല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 40 വർഷം അല്ലെങ്കിൽ പിന്നെ 70 വർഷം അല്ലെങ്കിൽ 500 വർഷം സ്വർഗത്തിൻ്റെ പരിമളം കേൾക്കുകയില്ല. അത്രയും ദൈർഘ്യം, നീണ്ട കാലം സ്വർഗത്തിൽ നിന്ന് അയാൾ അകറ്റപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ സ്വർഗം കൊതിക്കുന്ന മനസ്സുള്ളതോടൊപ്പം അത് കൊതിക്കാൻ ആവശ്യമായ കോപ്പ് ഒരുക്കി വെക്കണം.
ആവശ്യമായ സമ്പത്ത് സ്വരൂപിക്കാൻ വിശ്വാസികളായ ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ ഓരോരുത്തരും വിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിലാണ് ഉള്ളത്. ഈ മാസത്തിൻ്റെ പവിത്രതയെ ആദരിക്കാനും ബഹുമാനിക്കാനും നാം എല്ലാവരും സന്നദ്ധരാകണം. നമ്മുടെ വിശ്വാസ വർധനവിൻ്റെ ഭാഗമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് മുഹറം അഥവാ പരിശുദ്ധമാക്കപ്പെട്ട മാസം. ഇസ്ലാമിൻ്റെ ചിഹ്നമാണ്, ഇസ്ലാമിൻ്റെ പ്രകട അടയാളമാണ്. അതിനെ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിക്കാൻ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഈ ആദ്യ 10 ദിവസങ്ങൾ വളരെ കാര്യമായി തന്നെ പരിഗണിക്കേണ്ട ദിവസങ്ങളാണ്. ഇബാദത്തുകളിൽ മുഴുകി, പ്രാർത്ഥനകൾ മുഴുകി, ദിക്റുകളിൽ മുഴുകി പരമാവധി നന്മകളുമായി ജീവിതത്തെ ചേർത്ത് വെക്കേണ്ട ദിവസങ്ങളാണ്. അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങൾക്ക് യാതൊരു കുറവുമില്ലാത്ത മാസം കൂടിയാണ്. ശകുന വിശ്വാസം പോലെയുള്ള കാര്യങ്ങൾ ഇന്നും നല്ലൊരു ശതമാനം വീടുകളിൽ ഉണ്ട്. നമ്മുടെ പലരുടെയും വീടുകളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള പലരുടെയും വീടുകളിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടറുകളിലൊക്കെ ശകുന ദിവസങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ശകുന ദിവസം? ഇന്ന ദിവസങ്ങളിൽ നല്ലത് ചെയ്യാൻ പാടില്ല, വീട് കൂടാൻ പാടില്ല, പുതിയ വീട് പണി ആരംഭിക്കാൻ പാടില്ല, വാഹനം വാങ്ങാൻ പാടില്ല, യാത്ര പോകാൻ പാടില്ല. ഇങ്ങനെയുള്ള ഇരുണ്ട അന്ധവിശ്വാസങ്ങൾ, കറുത്ത അന്ധവിശ്വാസങ്ങൾ നമ്മുടെ വീടുകളിൽ തൂങ്ങിക്കളിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തീറത്തു ശിർക്കുൻ, ശകുന വിശ്വാസം ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. ലാ തീറത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ശകുന വിശ്വാസമില്ല. ഒരുപാട് നിർദ്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹ് കണക്കാക്കിയത് ഏത് സെക്കൻഡിലും വരാം, പിന്നല്ല ദിവസം, ഏതൊരു സെക്കൻഡിലും വരാം, അടുത്ത നിമിഷം അത് സംഭവിക്കും. അങ്ങനെയെങ്കിൽ ഒരു ദിവസത്തെ നമ്മൾ പേടിച്ചിട്ട് എന്താ കാര്യം? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത്, അല്ലാഹുവേ നീ നൽകിയത് തടയാൻ ആരുമില്ല. വലാ മുഅതിയ ലിമാ മനഅത, നീ നൽകിയത് തടയാനും നീ തടഞ്ഞത് നൽകാനും ആരുമില്ല. നീയാണ് സർവ്വതിനും കഴിവുള്ളവൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, സർവ്വതിനും കഴിവുള്ളവൻ നീയാണ് നാഥ. നമ്മൾ അല്ലാഹുവിൽ തവക്കുലാക്കി ജീവിക്കേണ്ടവരാണ് എന്ന വിശ്വാസബോധത്തെ നശിപ്പിക്കുന്ന അന്ധവിശ്വാസമാണ് ശകുന വിശ്വാസം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതല്ലേ നമ്മളുടെ പ്രഖ്യാപനം? ഇതല്ലേ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്? പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള നമുക്ക് എങ്ങനെയാണ് ഒരു ദിവസം ശകുനമാണ്, പറ്റാത്തതാണ്, 12 മാസങ്ങളിൽ പല ദിവസങ്ങളും, അതിൽ തന്നെ എല്ലാ മാസവും അവസാനത്തെ ബുധൻ കടുത്ത നെഹസാണ്, ശക്തമായ നെഹസാണ്, ഇങ്ങനെ വിശ്വസിക്കാൻ ഒരു വിശ്വാസിക്ക് ഒരിക്കലും കഴിയില്ല എന്നത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ നിലക്കുള്ള അന്ധവിശ്വാസങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ, അതിനെതിരെ സമരം ചെയ്യാൻ ഓരോ വിശ്വാസിക്കും സാധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, മാസം കണ്ടത് പ്രകാരം ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴം മുഹറം 9, വെള്ളി മുഹറം 10. ഈ 2 ദിവസത്തെ നോമ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം 10 നോമ്പെടുത്ത് കാണിച്ചു. പാപങ്ങൾ പുറത്തു കിട്ടാൻ വളരെ പരിഹാരമാണ് ആ നോമ്പ്. അവിടുന്ന് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9 എടുക്കും എന്നാണ്. അപ്പോൾ അവിടുന്ന് അംഗീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരം എന്ന സുന്നത്തിൽ പെട്ടതാണ്. അതിനാൽ അടുത്ത വ്യാഴവും വെള്ളിയും വിശ്വാസികളുടെ ജീവിതത്തിൽ നോമ്പ് ചേർത്ത് വെക്കാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നന്മകളുമായി നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്താനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ വീഴ്ചകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം
അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.